നമസ്കാരം. മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം. 2026 ഏപ്രിൽ 7 ചൊവ്വാഴ്ച. ഇന്നത്തെ നിങ്ങളുടെ രാശിഫലം അറിയാം. തയ്യാറാക്കിയത് ജയറാണി EV. മേടം രാശി അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം. അഗ്നി, ആയുധം എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തേണ്ട ദിവസമാണിത്. ചെറിയ അശ്രദ്ധ പോലും മുറിവുകൾക്ക് കാരണമായേക്കാം. അനാവശ്യമായ അഹങ്കാരമോ ആലോചനയില്ലാത്ത പെരുമാറ്റമോ ഒഴിവാക്കുന്നത് വഴി വരാനിരിക്കുന്ന ദുരിതങ്ങളിൽ നിന്ന് രക്ഷപ്പെടാം. ഇടവം രാശി കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകയിരം ആദ്യ പകുതി ഭാഗം. മംഗളകരമായ കർമ്മങ്ങളിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കും. പലതരത്തിലുള്ള വരുമാന സ്രോതസ്സുകൾ തുറക്കപ്പെടാൻ സാധ്യതയുണ്ട്. ദാമ്പത്യ ഐക്യം, ഭക്ഷണസുഖം, പ്രണയ പുരോഗതി, വാഹനഭാഗ്യം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് സന്തോഷം നൽകും. മിഥുനം രാശി മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര പുണർദം ആദ്യ മുക്കാൽ ഭാഗം. ശത്രുക്കളുടെ മേൽ അപ്രതീക്ഷിത വിജയം കൈവരിക്കാൻ സാധിക്കുന്ന ദിവസമാണിത്. ദീർഘകാലമായി കാണാതിരുന്ന സുഹൃത്തുക്കളെയോ ബന്ധുക്കളെയോ കണ്ടുമുട്ടും. അവരോടൊപ്പം പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കാനോ ഉല്ലാസയാത്രകൾ നടത്താനോ ഉള്ള സാഹചര്യം ഒത്തുചേരും. കർക്കിടകം രാശി പുണർദം അവസാന കാൽഭാഗം, പൂയം ആയില്യം. ഔദ്യോഗിക രംഗത്ത് ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കേണ്ട സമയമാണിത്. അനാവശ്യ ആരോപണങ്ങൾ മാനഹാനിക്കും സാമൂഹികമായ അപമാനത്തിനും വഴിതെളിച്ചേക്കാം. ഇടപാടുകളിൽ സുതാര്യത ഉറപ്പാക്കുന്നത് നന്നായിരിക്കും. ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം. ജോലി സംബന്ധമായി അന്യദേശത്തേക്ക് താമസിക്കേണ്ട സാഹചര്യം ഉണ്ടായേക്കാം. മാനസികമായ ചില വെല്ലുവിളികൾ നേരിടേണ്ടി വരുമെങ്കിലും നിശ്ചയദാർഢ്യത്തോടെ അതിനെയെല്ലാം അതിജീവിക്കാൻ സാധിക്കും. ബന്ധുജനങ്ങളിൽ നിന്ന് ചില തിക്താനുഭവങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക. കന്നിരാശി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം. കുടുംബസമേതം മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. ദമ്പതികൾക്ക് ഒന്നിച്ചു താമസിക്കാൻ തക്കവണ്ണം ഉദ്യോഗമാറ്റം ലഭിക്കുന്നത് വലിയ ആശ്വാസമാകും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങളും അപ്രതീക്ഷിത ഭാഗ്യാനുഭവങ്ങളും ഈ രാശിക്കാർക്ക് ഇന്ന് പ്രതീക്ഷിക്കാം. തുലാം രാശി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം. സാമ്പത്തിക ക്രയവിക്രയങ്ങൾ നടത്തുമ്പോൾ വളരെയധികം ജാഗ്രത പാലിക്കണം. അല്ലാത്തപക്ഷം ധനനഷ്ടത്തിന് സാധ്യതയുണ്ട്. വരവിനേക്കാൾ ചെലവ് വർദ്ധിക്കാൻ ഇടയുണ്ട്. എന്നാൽ മാതാവിൽ നിന്ന് ചില ഗുണാനുഭവങ്ങൾ ലഭിക്കുന്നത് ആശ്വാസകരമാകും. വൃശ്ചികം രാശി വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട. പുതിയ ഗ്രഹത്തിൽ താമസം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് സാധിക്കുന്ന ശുഭദിനമാണിത്. വിദേശത്തുള്ളവർക്ക് സ്ഥിരതാമസത്തിനുള്ള അനുമതി ലഭിക്കാൻ അനുകൂലമായ സാഹചര്യമുണ്ട്. ഉദ്യോഗത്തിൽ ഉയർന്ന പദവികൾ തേടിയെത്തും. ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം. ജോലി സംബന്ധമായി അന്യദേശവാസം അനുഭവത്തിൽ വരുമെങ്കിലും ആഗ്രഹിച്ച രീതിയിലുള്ള പുരോഗതി ലഭിക്കാൻ പ്രയാസമായിരിക്കും. മറ്റുള്ളവരെ അമിതമായി ആശ്രയിക്കേണ്ടി വരുന്നതും വാഹനങ്ങൾ മൂലമുള്ള അപകട സാധ്യതകളും മുൻകൂട്ടി കണ്ട് ജാഗ്രത പാലിക്കുക. മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം. ഭാഗ്യപരീക്ഷണങ്ങളിലും ലോട്ടറി തുടങ്ങിയവയിലും അപ്രതീക്ഷിത നേട്ടങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട്. പഴയ സുഹൃത്തുക്കളെ കണ്ടുമുട്ടുന്നത് മനസ്സിന് സന്തോഷം നൽകും. സ്ഥാനപ്രാപ്തി, തൊഴിൽ വിജയം, സുഖകരമായ ഉറക്കം എന്നിവ ഈ രാശിക്കാർക്ക് ഇന്ന് ലഭിക്കും. കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം. ധനനേട്ടവും കാര്യപ്രാപ്തിയും അനുഭവപ്പെടുന്ന ദിവസമാണിത്. വിശിഷ്ട വ്യക്തികളെ പരിചയപ്പെടാനും അവരിൽ നിന്ന് പാരിതോഷികങ്ങൾ ലഭിക്കാനും ഇടയുണ്ട്. ഭക്ഷണസുഖവും ദാമ്പത്യ സന്തോഷവും ഈ രാശിക്കാർക്കെന്ന് പ്രതീക്ഷിക്കാം. മീനം രാശി പൂരുരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി രേവതി. ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകളും ശാരീരിക ക്ഷീണവും അലട്ടാൻ സാധ്യതയുണ്ട്. അയൽക്കാരുമായോ ബന്ധുക്കളുമായോ ഉള്ള തർക്കങ്ങൾ നിയമപരമായ പ്രശ്നങ്ങളിലേക്ക് നീങ്ങാതെ ശ്രദ്ധിക്കണം. ഉദരരോഗം, വിഷഭയം എന്നിവ ഉണ്ടാകാതെ കരുതൽ എടുക്കുക. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾക്കും പരിഹാരങ്ങൾക്കും ജയറാണി EV 9746812212.